എല്ലാ രീതിയിലും സുരക്ഷിതത്വം ഉണ്ടെന്ന് കരുതിയിട്ടാണ് നമ്മുടെ ചെറുവാഹനങ്ങളൊക്കെ ഈ സർവീസ് റോഡിലൂടെ പോകുന്നത്. പക്ഷെ ഈ സമീപകാലത്ത് നേരത്തെ വളരെ കാലങ്ങളായിട്ട് ഈ അനധികൃതമായിട്ടുള്ള പാർക്കിംഗ് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഈ സമീപകാലത്ത് വലിയ വാഹനങ്ങൾ അത് എത്ര മീറ്റർ നീളത്തിലാണ് തുടർച്ചയായിട്ട് ഒരു വാഹനം, മറ്റേതാണ് ഒരു വലിയ വാഹനം ഇട്ടു രണ്ട് വാഹനം ഇട്ടു അതിനിടയിൽ കയറി പോകാനുള്ള ഒരു ഗ്യാപ്പുകൾ നമുക്ക് ഉണ്ടായിരുന്നു. ഇതിപ്പോ തുടർച്ചയായിട്ട് കോട്ടാശ്രമത്തിന്റെ അവിടെ നിന്ന് സിഗ്നലിന്റെ ആ ജംഗ്ഷൻ കഴിഞ്ഞാൽ ചിലപ്പോൾ പമ്പിന്റെ അവിടെ വരെ അടുപ്പിച്ച് ഈ വണ്ടി ഒരു കാറിന് പോലും ഗ്യാപ്പ് കൊടുക്കാത്ത രീതിയിൽ ഈ വാഹനങ്ങൾ പാർക്ക് ചെയ്യണം. അതിപ്പോ ഈ മുനിസിപ്പാലിറ്റി തൊട്ടപ്പുറത്തുള്ള റോഡിൽ വന്നാലും കാണാം, വളരെ സ്വസ്ഥമായി 5 8 വാഹനങ്ങൾ, ട്രക്ക് പോലെയുള്ള വാഹനങ്ങൾ തുടർച്ചയായിട്ട് അടുപ്പിച്ചിടുന്ന ഒരു സാഹചര്യം. ഈ നാഷണൽ ഹൈവേയോട് ചേർന്നിട്ടുള്ള സർവീസ് റോഡിൽ വലിയ ട്രക്ക് വണ്ടികൾ പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ ഒരു കാര്യമാണ്. ആ ഒരു കാര്യത്തിനകത്ത് ഇപ്പൊ എന്റെ അനുഭവം പറയാം. എന്റെ പാടില്ല ഇവിടെ മുൻ ജീവനക്കാരൻ ഒരു എഞ്ചിനീയറായിരുന്ന ആ ചെറിയത്തിന്റെ അച്ഛന്റെ പേര് അറിയും. ബിജു സാറ് വണ്ടി പോകുന്ന സമയത്ത് ഈ ട്രക്ക് റോഡുകൾ മറ്റേ ട്രക്ക് വണ്ടികൾ നടക്കുന്നതിന്റെ ഇടയിൽ കൂടെ മറ്റു വണ്ടി പെട്ടെന്ന് കയറി വന്ന് ഇടിച്ചു പറ്റി. ഞാനിപ്പോ മുനിസിപ്പൽ കൗൺസിലിന്റെ ഗ്രൂപ്പിലിട്ടുണ്ടായിരുന്നു. ഇത് നിരന്തരമായി നമ്മുടെ കൗൺസിലിങ്ങനെ പറഞ്ഞു പോവാണ്. ഈ ഒരു കാര്യത്തിലും അത്ര അടിയന്തര വിഷയം കണ്ടുകൊണ്ട് ബഹുമാനപ്പെട്ട കളക്ടർ മുഖേനയോ ആദ്യ മുഖേനയോ ഇവിടെ ബന്ധപ്പെട്ട നാഷണൽ അതോറിറ്റിയോ മറ്റ് സംസാരിച്ച് ഇനിയിപ്പോൾ അവർക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ പോലീസ് സംവിധാനത്തിൽ ഉപയോഗിച്ച് നമുക്ക് ട്രക്ക് വണ്ടികൾ ഇവിടെ നിന്ന് മാറ്റിടാനുള്ള സൗകര്യം നമുക്ക് ഉണ്ടാകണം. അതോടൊപ്പം ഒരു കാര്യം പറയുന്നത്, ഈ ട്രക്ക് വണ്ടികൾ ഓടിക്കുന്ന ഡ്രൈവർമാരില്ല, അവരെ നിരപരാധികളാണ്, അവരെ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം എത്രയോ ദീർഘദൂര സർവീസുമായി ബന്ധപ്പെട്ട് ഗുജറാത്തിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ വരുമ്പോൾ ഇവിടെ അവർക്ക് ഒന്ന് സൈഡ് ഒതുങ്ങി നിൽക്കാനുള്ള സാഹചര്യം ഇല്ല. പക്ഷെ അതിനുള്ള സാഹചര്യം ബന്ധപ്പെട്ട നാഷണൽ അതോറിറ്റി ഉണ്ടാക്കിയെടുക്കണം. എന്നാലാണ് ഇവർക്കും കൂടി എന്തെങ്കിലും പാർക്കിംഗ് സൗകര്യം കിട്ടുമ്പോ നാഷണൽ ഹൈവേയുടെ സർവീസ് റോഡിൽ വണ്ടി ഇടാതിരിക്കുള്ളൂ. അത് ഏറ്റവും വലിയ കാര്യമാണ്. പല അപകടങ്ങൾ നടക്കുന്നുണ്ട്. ഇനി അത് ജീവൻ പൊലിയുമ്പോഴാണ് കൂടുതൽ നമുക്ക് എത്തിക്കുള്ളൂ. 5-10 വണ്ടികൾ കൊണ്ടുവരണം അവിടെ. എന്നിട്ട് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ പനമ്പള്ളി ജംഗ്ഷനോടെ യൂട്ടേൺ എടുത്തിട്ട് വീണ്ടും ചാലക്കുടിക്ക് പോകുന്നു. അങ്ങനെ ഒരു പ്രതിഭാസമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ കോട്ട സർവീസ് റോഡില് പാർക്കിങ്ങിന്റെ കാര്യം പറഞ്ഞു. നമ്മളിപ്പോ പറയല്ലാണ്ട് നമുക്കിതൊന്നും ചെയ്യാൻ പറ്റാറില്ല. എന്തുതന്നെയായാലും നഗരസഭ മുൻകൈയെടുത്ത് ആരെങ്കിലും കൊണ്ട് സ്പോൺസർ ചെയ്യിച്ചാലും വേണ്ടില്ല. അവിടെ കുറച്ച് നോ പാർക്കിംഗ് ബോർഡുകൾ ഈ നമ്മുടെ കോടതി ജംഗ്ഷൻ പോലെ നമ്മുടെ അതിർത്തി കഴിയുന്നത് എവിടെയൊക്കെയാണ് അനധികൃത പാർക്കിംഗ് വരുന്നത് അവിടെയെല്ലാം നോ പാർക്കിംഗ് ബോർഡുകൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ബാക്കി വണ്ടികൾ പാർക്ക് ചെയ്യാതെ ഞങ്ങൾ കൗൺസിലർമാർ നോക്കിക്കോളാം. ഇപ്പൊ വണ്ടിക്കാരോട് നമ്മൾ ചെന്ന് പറയുമ്പോ നിങ്ങൾ ഇവിടെ ഒന്നും എഴുതി വെച്ചിട്ടില്ലല്ലോ, ഇവിടെ പാർക്കിംഗ് കാണിച്ചിട്ടില്ലല്ലോ. ശരിക്കും പറഞ്ഞത് പാർക്ക് ചെയ്യാൻ പാടില്ല. പക്ഷെ ഹിന്ദിക്കാരും തമിഴന്മാരൊക്കെ വരുമ്പോ അവർ നോക്കുമ്പോ ഒരു ബോർഡൊന്നും കാണാനില്ല. അതാണ് നമ്മുടെ പ്രശ്നം. അങ്ങനെ ഒരു ബോർഡ് സ്ഥാപിക്കാതെ നഗരസഭ മുൻകൈയെടുത്ത് പോലീസിന്റെ നോ പാർക്കിംഗ് ബോർഡ് വെക്കുകയാണെങ്കിൽ നമുക്ക് ഞങ്ങൾ കൗൺസിലർമാരെല്ലാവരും കൂടി ഞങ്ങൾ അവിടെ വണ്ടി പാർക്ക് ചെയ്യാതിരിക്കാനുള്ള ഒരു സംവിധാനം ഞങ്ങൾ ചെയ്തോളാം. നാടുകുന്ന് നമ്മുടെ കൊടകര ബൗണ്ടറി അവിടുന്ന് മുതല് ഈ കോട്ട പെട്രോൾ പമ്പ് ചേട്ടൻ സൂചിപ്പിച്ച പോലെ കോട്ട പെട്രോൾ പമ്പിന്റെ തൊട്ടപ്പുറത്ത് ഒരു വലിയ പാർക്കിംഗ് ഏരിയ ഉണ്ട്. അതുപോലെ നാഷണൽ പെർമിറ്റ് വണ്ടികൾക്ക് കൊണ്ട് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പാർക്കിംഗ് ഏരിയയുടെ എൻട്രൻസ് വരെ അടച്ചുകൊണ്ടാണ് നാഷണൽ പെർമിറ്റ് ലോറികൾ വണ്ടി അവിടെ ഒതുക്കി കിടന്നിട്ട് മറ്റു സ്ഥലങ്ങളിൽ പോയി കിടന്നുറങ്ങാണ്. കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ നിന്ന് പറഞ്ഞ സമയത്ത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ചാലക്കുടിയിലെ നിരവധി സ്കൂൾ വാഹനങ്ങൾ പോകുന്ന ആ സമയത്ത് ആ ഡ്രൈവർ ആ പാർക്കിംഗ് ഏരിയയുടെ ഫ്രണ്ടിൽ അടച്ചിട്ടിട്ട് അദ്ദേഹം മറ്റൊരു സ്ഥലത്ത് പോയി കിടക്കണം. എന്നിട്ട് ഞാൻ പോയിട്ട് വഴക്കുണ്ടാക്കേണ്ടി വന്നു. എന്നിട്ടാണ് അവരെ ലോറിക്കാരെ മാറ്റിയ അതിന്റെ പുറകിലുള്ള 2 നാഷണൽ പെർമിറ്റ് ലോറിക്കാരെ മാറ്റിയ സ്കൂൾ വണ്ടി കടത്തി വിട്ടത്. നമ്മൾ എപ്പോഴും നമ്മളെ പോലെ ആളുകൾ ചെന്നുകൊള്ളുന്നില്ലാന്ന്. അതേപോലെ ബ്ലോക്ക് മണിക്കൂറുകളോടെ അവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ അത് അടിയന്തരമായി പരിഹരിക്കാൻ ഈ കൗൺസിൽ തുടങ്ങിയ കാലഘട്ടം മുതലാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിപ്പോഴും ചെയർപേഴ്സൺ എന്ത് പറഞ്ഞാലും അവിടെ എഴുതിയെടുക്കലുള്ളൂ. നമ്മൾ പല പരാതികളും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആ ഫയലിൽ നിന്നൊക്കെ കുറെ എഴുതിയെടുത്തിട്ടുണ്ട്. ഇത് KSRTCക്കും കൊടുക്കാം, അതേപോലെ NHAയ്ക്കും കൊടുക്കാം. ഈ പരാതി അനധികൃതമായ പാർക്കിംഗ് ഒഴിവാക്കാൻ വേണ്ട എല്ലാ നടപടികളും സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാലക്കുടി പട്ടണം രൂക്ഷമായിട്ടുള്ള ഗതാഗത കുരുക്കിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റൊരു വലിയ ബുദ്ധിമുട്ട് യാത്രക്കാർ അനുഭവിക്കുന്നുണ്ട്. അത് ഈ സർവീസ് റോഡുകളിൽ പാർക്കിംഗ് ആണ്. ചാലക്കുടിയിലെ സർവീസ് റോഡുകൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മുടെ ക്രസൻറ്റ് സ്കൂളിന് മുന്നിലൂടെയുള്ളതും ഇപ്പുറത്ത് കിഴക്ക് വശത്തുള്ള സർവീസ് റോഡും. ഈ 2 സർവീസ് റോഡ്, കിഴക്ക് വശത്തുള്ള സർവീസ് റോഡ് ഡബിൾ ലൈനാണ്. ക്രസൻറ്റ് സ്കൂളിന് മുന്നിൽ കൂടെ പോകുന്ന സർവീസ് റോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു പരിധി വരെ അതും ഡബിൾ ലൈനാണ്. ഇവിടെ ഈ ലോറികൾ പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുണ്ടാക്കുന്ന ഗതാഗത കുരുക്ക് വേറെയാണ്. പക്ഷേ ലോറി ഡ്രൈവർമാർ ഉന്നയിക്കുന്ന കാതലായിട്ടുള്ള പ്രശ്നം അവരെവിടെ പാർക്ക് ചെയ്യുന്നതാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ പോകുമ്പോൾ അവർക്ക് യാതൊരു കുഴപ്പമില്ല. ചാലക്കുടിയിലൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ലോറികൾ പാർക്ക് ചെയ്തിട്ട് പോട്ടയിൽ അപകടം ഉണ്ടായിട്ടുണ്ട്, 2 പേർ മരിച്ചിട്ടുണ്ട്. അതിനെ തുടർന്നാണ് വലിയ പ്രതിഷേധം ഉണ്ടായത്. അതിനെ തുടർന്നാണ് ഇവിടുത്തെ ഈ പാർക്കിംഗ് പരിപാടികൾ, ഈ ലോറി പാർക്കിങ്ങുകൾ കർശനമായിട്ട് നിരോധിച്ചത്.
ഞാൻ അതുകൊണ്ടാണ് ഈ 2 സ്ഥലത്തെ എടുത്ത് പറയുന്നത്. മറ്റ് സർവീസ് റോഡുകളിൽ പാർക്ക് ചെയ്യണതിനെ പറ്റി ഞാൻ പറയാനില്ല. 2 സ്ഥലമാണ് ചാലക്കുടി നിയമമണ്ഡലത്തിൽ നമ്മൾ ഈ ലോറി പാർക്കിങ്ങിന് പാടില്ല എന്നുള്ളത് വളരെ ഇതായിട്ട് പറയും. ഒന്ന് ചെറങ്ങര, 2 ഈ ചാലക്കുടിയിൽ. ഇപ്പോൾ ചാലക്കുടിയെ സംബന്ധിച്ചിടത്തോളം നമ്മളന്ന് വാർത്ത ചെയ്തതിനെ തുടർന്ന് അത് ചാലക്കുടി നഗരസഭാ കൗൺസിലിൽ ചർച്ചയായി. വലിയ രീതിയിൽ ഇടപെടലുകൾ അവിടെ നടന്നു. ഇപ്പോൾ അതിക്ക് മുൻപ് തന്നെ 1-ാം വാർഡ് കൗൺസിലർ VJ ജോജു അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇടപെടലിൽ വാഹനങ്ങൾ അവിടെ നിന്ന് മാറ്റാനായിട്ടുള്ള ശ്രമം നടത്തി. ഇത് കൗൺസിലിൽ ചർച്ച വന്നു. കൗൺസിലിൽ ചർച്ച വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ നഗരസഭ എടുത്തിട്ടുള്ള തീരുമാനം 7-ാം തീയതി അടിയന്തരമായിട്ട് ട്രാഫിക് കമ്മിറ്റി വിളിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ആ ട്രാഫിക് കമ്മിറ്റി തീരുമാനിച്ചിട്ട് നോ പാർക്കിംഗ് ബോർഡുകൾ, കുറച്ച് കൂടുതൽ ബോർഡുകൾ ഇപ്രാവശ്യം വയ്ക്കാൻ സാധ്യത, അത് എവിടെയൊക്കെയാണെന്ന് പോലീസിനോടും കൂടി ആലോചിച്ചതിന് ശേഷം അവിടെ വയ്ക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, ഇവിടെ ലോറി പാർക്കിംഗ് നിരോധിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ലോറി പാർക്കിംഗ് നിരോധിക്കാൻ വേണ്ടി കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ അവിടെ നടത്താനും പോലീസിൻ്റെ സഹായത്തോടു കൂടി തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ട ഇടപെടൽ നടത്താനും വേണ്ടിയിട്ടാണ് ഈ മീറ്റിംഗ് കൂടുന്നതെന്നാണ് ഞാൻ അറിയാൻ സാധിച്ചുള്ളത്. ആ മീറ്റിംഗിലായിരിക്കും 7-ാം തീയതി നടക്കുന്ന ട്രാഫിക് കമ്മിറ്റി മീറ്റിംഗിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത്. എന്തായിരുന്നാലും നമ്മുടെ വാർത്ത ഇത്തരമൊരു ഇടപെടലിലേക്ക് നയിച്ചു എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട്. ലോറി ഡ്രൈവർമാരോട് എനിക്ക് യാതൊരു ശത്രുതയില്ല. എന്നെ കുറേ ലോറി ഡ്രൈവർമാർ വിളിച്ച് തെറി പറയുന്നുണ്ട്, ചിലർ മാന്യമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് ചാലക്കുടി നിയമമണ്ഡലത്തിൽ ഈ 2 ബ്ലാക്ക് സ്പോട്ടുകളാണ്. പാർക്കിങ്ങിൻ്റെ ബ്ലാക്ക് സ്പോട്ടുകൾ എന്ന് പറയുന്നത് ഒന്ന് ചിറങ്ങരയും, രണ്ടാമത്തെ സ്ഥലം എന്ന് പറയുന്നത് ക്രസൻറ്റ് സ്കൂളിന് മുന്നിലുള്ളതും അതുപോലെ കിഴക്ക് വശത്തുള്ള സർവീസ് റോഡും. ഇവിടെ ലോറികൾ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപകടം ഉണ്ടാവും, മരണങ്ങളുണ്ടാകും ഈ 2 സ്ഥലങ്ങളിലും. അതുകൊണ്ടാണ് ഞാൻ അതിനെ പറ്റിയിട്ട് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ മഹാറാണി ഹോട്ടലിൻ്റെ അവിടെയുള്ള പാർക്കിംഗ്, അതിനെപ്പറ്റിയും കൗൺസിലിൽ ചർച്ച വന്നു. തീർച്ചയായിട്ടും ഈ വിഷയം വളരെ ഗൗരവമായി തന്നെ കൗൺസിൽ ഏറ്റെടുത്ത് കഴിഞ്ഞു. കൗൺസിൽ ചർച്ച വന്നു. രാഷ്ട്രീയ ഭേദമന്യേ അല്ലാതെ എല്ലാ കൗൺസിലർമാരും ഈ വിഷയം പരിഹരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ട്രാഫിക് കമ്മിറ്റി വിളിച്ചിട്ടുള്ളത്. എന്തായിരുന്നാലും ഈ വിഷയത്തിൽ സത്യമായ ഇടപെടൽ ഉണ്ടാവട്ടെ.